വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പുതിയൊരു എ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ പുതിയ ഫോൺ എടുത്തു. അപ്പോൾ അതിൻ്റെ പ്രഹസനാണ് നിങ്ങൾ ഈ കാണുന്നത്. അനുമോൾ ഈസ് ഹിയർ. മിസ്റ്റർ ഹസ്ബൻഡ്, ഹലോ. എന്താ കാർ എങ്ങനെ നോക്കണേ? അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് പുഴയിൽ പോവാണ്. ഇപ്പം എല്ലായിടത്തും വെള്ളം കാര്യങ്ങളൊക്കെ കയറിയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അപ്പം നമുക്കിന്ന് രാവിലത്തെ ചായ അമ്മ അവിടെ പാട്ടും പൈത്തോട്ടിരിക്കുകയാണ്. അമ്മക്ക് പാട്ടൊക്കെ ഉണ്ടെങ്കിൽ പണി ചെയ്യാനൊരു മൂടുള്ളൂ. അപ്പം ഇന്ന് രാവിലെ പത്തിരിയും നല്ല അടിപൊളി കോഴിക്കറിയായിരുന്നു. അപ്പം ഉമ്മ ഉച്ചക്കൊക്കെയുള്ള ചോറിനുള്ളത് നോക്കുകയാണ് അല്ലേ അമ്മ? ഉച്ചക്കൊക്കെയുള്ള ചോറിനുള്ളത് നോക്കുകയല്ലേ? അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുഴയിൽ പോയിട്ട് വെള്ളം കയറിയോ ഇല്ലയോ നോക്കിയിട്ട് വരാട്ടാ. ഓക്കെ, എന്നാൽ പോയിട്ട് വേഗം വരാം. കുഞ്ഞുറങ്ങുകയാണ്, എളുപ്പത്തിന് നീക്കൂല. ആ ഞങ്ങൾ ഇല്ലേ അനുണ്ട് ഇല്ലേ? എന്നാ പോരെ, തൊട്ടിലുറങ്ങുക. ഇല്ല, ഞങ്ങൾ പോയിട്ട് വെള്ളം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് പോരാനാണ്. സെൻസ് എടുക്കാൻ പോവാ. എടുക്കണമെങ്കിൽ ഒന്ന് എടുത്തോ. ഇജ്ജ് മഴ കൊള്ളണ്ട, പനി വരും. എന്താ കാട്ടുന്നത്? എന്താ സംഭവം? എന്താ കുത്തിന്ന് നോക്കണ്ടല്ലോ. വണ്ടി റിപ്പയർ ചെയ്യാണ്ടല്ലേ? അതാണ് ഞങ്ങളുടെ ടോയ് കേട്ടൻ. വീടെടുത്തണം. സൂപ്പർ. എല്ലാവരും ഉണ്ട്, മൂന്നാളുണ്ട്. ഉമ്മയില്ല, കുട്ടിയില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മഴവെള്ളം എത്ര ഉണ്ടെന്ന് അറിയാൻ. ഇപ്രാവശ്യം എൻ്റെ മക്കളെ എന്തത്! കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം വെള്ളം ഉണ്ടെന്നുള്ളത്. നല്ല വെള്ളം കയറിയിട്ടുണ്ട്, നല്ല വെള്ളമുണ്ട്. നല്ല എന്താ പറയുക, തോണിയൊക്കെ ഇങ്ങോട്ട് കയറിയിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് വീഡിയോ എടുത്തതാണ്. ആ റോഡൊന്നും ഇല്ല ഇപ്പം അവിടെ, അതൊക്കെ മൂടിയിരിക്കണേ. കാണാണ്ടോ? നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്. അയ്യോ, ഇത് കണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്ന് എടുത്തപ്പോൾ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. ചുഴിയുണ്ട് അവിടെയൊക്കെ, അവിടെ ചുഴിയുണ്ട്. ആ വെള്ളിയങ്കല് 20 ഷട്ടർ എന്ന് പറഞ്ഞില്ലേ? ചുഴിയൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തില്. എന്താണ് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്, നല്ല വെള്ളമുണ്ട് അല്ലേ? പക്ഷെ നല്ല വെള്ളം വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ മുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങളതിൽ കണ്ടിട്ടുണ്ടാവും. അതിനേക്കാൾ ഇപ്രാവശ്യം നല്ല വെള്ളം വരവ് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നത് ശ്രദ്ധിക്കുക. നല്ല ഒഴുക്കിലും നല്ല ചുഴിയിലൊക്കെയാണ് വെള്ളം പോണതും വരുന്നതും. കവറും പിടിച്ചിട്ട് കൊട വെച്ചിക്കാണ് മഴ പെയ്താൽ വെച്ചിട്ടേ. ഇങ്ങനെ കാണുമ്പോ ഇത് തോന്നില്ലേ പേടി? എനിക്കൊരു ആനക്കൊണ്ട സിനിമ കാണുന്ന ഒരു ഇത് തോന്നണ് ഇല്ലേ? ഇതിന് അങ്ങനെ ഒരു ഫീൽ വരിക. പക്ഷെ പേടിക്കണം, വെള്ളത്തിനെ പേടിക്കണം എന്നാണ്. നമ്മൾ അന്ന് ഇവിടെ റോഡിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഏരിയ ഇല്ല കേട്ടോ ഇപ്പൊ ഇവിടെ. അതൊക്കെ ആകെ മൂടിയിരിക്കണു. ഇതുണ്ടോ, അവിടെ ഒരാളുണ്ട്. പഠിക്കാത്തത് അറിയുന്നല്ലേ? പഠിപ്പിച്ചാത്തോണ്ടല്ലേ? അത് സത്യം. നീന്തക്കം അറിയാത്തവരുണ്ടെങ്കിൽ നീന്തക്കം പഠിച്ചിരിക്കണം, പ്രത്യേകിച്ച് പോയ സൈഡിലുള്ള ആൾക്കാർ.
അതിന്റെ റീസൺ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കണ്ടോളി. അത് ഞാൻ പറയുന്നുണ്ട്. എല്ലാരും പഠിക്കണം, നീന്തൊക്കെ എല്ലാരും പഠിച്ചിരിക്കണം. എപ്പോ ആണെങ്കിലും ആവശ്യം വരുന്ന സംഭവമാണ്. നീന്തൊക്കെ മാത്രമല്ല കേട്ടോ, നമ്മൾ അഡീഷണൽ സ്കില്ല് ഉണ്ടാക്കിയെടുക്കണം. അപ്പം എനിക്ക് നല്ല സ്കില്ലുണ്ട്, കണ്ടില്ലേ? എന്താണ് നമുക്കൊരു ഉഗ്നും എനിക്ക് നല്ല തൊള്ളട്ട് ചിലക്കറിയാ. എന്തെന്നു എന്നെ കളിയാക്കിയവർക്കൊക്കെ ഒരു ദിവസം വരും. എന്നെ റെസ്പെക്ട് ചെയ്യണ ഒരു ദിവസം. 2024 വന്നു. രസല്ലേ ചേട്ടാ മക്കളെ. നമ്മളിപ്പോൾ ഷട്ടറിൻ്റെ അടുത്തേക്ക് വന്നിക്കണേ, നമ്മളെ കൂട്ടക്കട റെഗുലേറ്ററിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് കാണാണ്ടോ, നിങ്ങൾക്ക് ഒച്ച കേൾക്കാണ്ടോ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഞങ്ങൾക്കല്ല ഒച്ച കേൾക്കാണ്ട്. നല്ല നല്ല വെള്ളം വരവ് വന്നിക്കണേ. നല്ല മഴ ഇന്ന് എന്താണെന്നറിയില്ല, അത്യാവശ്യം കുറവുണ്ടല്ലേ? ആ ഇന്ന് ഗ്രാഫിക്സ് കൊടുത്ത് ചെയ്യണ മാതിരി തോന്നില്ലേ? ആ ഒക്കെ തോന്നിക്കണേ. ഒന്നാമത് നമ്മൾ ഇത്രയും കാലം കണ്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു അത് കണ്ടിട്ടില്ല. അതാണ് കണ്ടിട്ടില്ല ഇങ്ങനൊരു. ഇവിടെ ഷട്ടറുള്ളതാ ഒക്കെ ഉയർത്തി. അതിന് ഇവിടെ താത്താനൊന്നും ആയില്ല. ഇവിടെ ഇനി എത്ര കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ കാണുന്നൊക്കെ കംപ്ലീറ്റ് ചെയ്യാല്ലേ. പിന്നെ ഒരു സാധനം തുടങ്ങുമ്പോഴത്തേനും ഒക്കെ ആവലല്ലോ. അതിന് അതിൻ്റെതായ സമയങ്ങളും അതിൻ്റെതായ കാലങ്ങളും എടുക്കും. നിങ്ങൾ പിന്നെ കെട്ടാൻ എത്ര കൊല്ലെടുത്ത് പറയും. നമ്മളെ കാര്യം മിറാക്കൾ മാതിരിയാണ് ഇതിൻ്റെ ഒക്കെ കാര്യം. മിറാക്കളാണ്. ഇതിപ്പോഴും കുറേ പണി നടക്കാൻ അതിൻ്റെ ഒക്കെ വെച്ചേക്കണ്ട്. നമ്മൾ ഷട്ടറിൻ്റെ അടുത്ത് എത്താനായിട്ടോ. ഇപ്പോഴും വെള്ളം ഇതായിട്ടില്ലല്ലോ കണ്ടോ. ഞാൻ ഇവിടെ ഇരുന്ന് ഓഫീസിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അത് പറയുമ്പോൾ ഇവർക്ക് പുച്ഛാണ്. ബട്ട് ഇവിടൊക്കെ എന്തോ ഒഴിക്കല് തന്നെ. ഈ ചണ്ടിയും ചളിയൊക്കെ ആണല്ലേ വെള്ളം കൊണ്ടുപോകണം. ഞാനൊരു സാധനത്തെ കണ്ടുപിടിച്ചു ഗൈസ്. ദ ഡേഞ്ചറസ് ഒച്ച്. പൊന്നോ അതടി ആ ടൈലുമൊക്കെ. നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു. വീട്ടിലേക്ക് പോവാണ്. കുഞ്ഞെണീറ്റു എന്നുള്ള സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അതല്ല നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയപ്പോൾ തന്നെയാണ് നമ്മൾ വിളിച്ചത് കുട്ടി എണീറ്റ് പറഞ്ഞിട്ട്. ഇനി ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണ് പറയൂ? എന്താ ഇന്നത്തെ പരിപാടികൾ? അങ്ങനെ ഓട്ടം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇനി കാർ കഴുകാൻ പോവല്ലേ? നമ്മളെ കുട്ടീനെ കഴുകാൻ പോവാണ്. കാറ് കഴുകണം. പിന്നെ കുട്ടീനെ ഓൾപ്പം എണീറ്റു. പിന്നെ ഇവ മോളെ എന്താക്കാണ്ട് ഇവ മോളൊന്ന് റെഡിയാക്കി കൊടുക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ തട്ടിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് കുളി, ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നൈസായിട്ട് ഒരു ഷോപ്പിംഗ് ഒന്നുമില്ല, വെറുതെ പുറത്തിറങ്ങാം. അതന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ പുറത്ത് പോവാണ്. നല്ല ലേറ്റായി. പക്ഷെ ഇറങ്ങി കഴിക്കാൻ എന്നൊരു മുഷ്കിലുണ്ട്. റോഡ് നേരാക്കാണ്. ഇനി ചരലിട്ടിട്ട് പൂട്ടുകയാണോ അത് ടാറിട്ട് പൂട്ടുക എന്നൊക്കെ അല്ലാ ഫലം. നമ്മൾ നേരെ റോഡ് കൂടാതെ വഴി തിരിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് ഇനി ഈ വഴിയാണ് പോണത്. അഫ്ന അക്കു ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ഗായ്സ്. മെയിനായിട്ടൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വെഡിങ് ഉണ്ട്. അതിന് ജസ്റ്റ് ഞങ്ങൾക്കൊരു വെഡിങ് ഉണ്ട്. കാക്കുനുള്ള ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. അപ്പം എനിക്ക് ചെറിയ എന്തെങ്കിലും എടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അഫ്നക്ക് എന്തൊരു ഷോപ്പിംഗ് പർച്ചേസ് അല്ലേ അഫ്ന? ഇതാണ് ഞങ്ങളുടെ കൂടല്ലോ. ഇതിന്റെ ഉപ്പച്ചി
ഷോപ്പ് എലപ്പിച്ചിരി ബിൽഡിങ് ഗായ്സ്. ഞങ്ങൾ റിച്ച് അല്ല, യച്ചിയാണ്. യച്ചി പണി ഒപ്പിക്കല്ലേ. ഞാനും റിച്ചാ, മനസ്സുകൊണ്ട് റിച്ച്. എനിക്ക് സത്യം ഞങ്ങളൊക്കെ റിച്ചാണ് മനസ്സുകൊണ്ട്. പിന്നെ ഇന്റെ കാര്യത്തിൽ ഞാൻ നല്ല ചൂടാവും, അതിന്റെ ഞാൻ പറയില്ല. സങ്കടം വന്നാലും എന്ത് വന്നാലും നല്ല ചൂട് പോകണ്ടിട്ടാ. അപ്പം 60-ലാണ് ഞാൻ എങ്ങനെയാണ്. സങ്കടം വന്നാൽ പ്രതികരിക്കും, ദേഷ്യം വന്നാൽ പ്രതികരിക്കും. ഓ ഈ മറ്റേ ഡയലോഗില്ലേ, ഓ ഈ കൊന്ത്രണമ്പല് പിന്നെയും പൊന്തിയോ. അസ്സലാമലൈക്കും മാധുപുണ്ണേ. റോങ് സൈഡ് കേറിയാണ് പൂവെന്നെ ഉണ്ട്. മൂട്ടുക്ക് വെച്ചുണ്ടാവുക ഞാൻ പറഞ്ഞ സത്യം മൂട്ടിലിരുന്നേ. അച്ഛോ ഞങ്ങള് മധുരം കഴിക്കണ ഞങ്ങളെ ഇഷ്ടത്തിന്. അപ്പൊ നിങ്ങള് കഴിക്കണ്ട, നിങ്ങള് നോക്കിന്നാ മതി. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ മധുരം പറ്റിട്ട് കേക്കൊന്നും ആവൂല. അപ്പൊ നിങ്ങള് എന്താ റബ്ബേ. ഞാൻ ഡാഷ് ക്യാമറ പിടിച്ചിരിക്കല്ലട്ടാ, വേറെ കാര്യം പറഞ്ഞതാ. വണ്ടി അടിച്ചിട്ട് തെളിവുണ്ട് പറയരുത്. ഞാൻ ഡിലീറ്റ് ആക്കും ലാസ്റ്റ്. കുമ്പടി എടപ്പാളെത്തിയിട്ടുണ്ട്. നമ്മൾ എടപ്പാളുള്ള ബ്യൂട്ടി സിൽക്സിലാണ് ഡ്രസ്സ് എടുക്കാൻ വന്നത്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിൽ കുറച്ച് റഷ് ഉണ്ടായിരുന്നു, നല്ല തിരക്കും കാര്യങ്ങളായിട്ട്. ഞങ്ങൾ വേഗം കയറി. പിന്നെ എന്താണെന്നറിയില്ല, ഓണത്തിൻ്റെ തിരക്കാണോ അതിന് കല്യാണങ്ങളുടെ തിരക്കാണോ എന്നറിയില്ല. ഇപ്പോൾ കല്യാണം ഒക്കെ അല്ലേ. ഞാൻ ഡ്രസ്സൊക്കെ ചുരിദാർ എടുക്കാൻ ചെന്നോട്ട് തന്നെ ആ ഡ്രസ്സ് ഈ ഡ്രസ്സ് കോഡ് ഈ ഡ്രസ്സ് കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. നല്ല റഷായിരുന്നു. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയി നോക്കുമ്പോൾ നല്ല തിരക്ക് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ വലിച്ചു കയറിയിട്ടൊക്കെയായിരുന്നു. അപ്പം ഞാൻ തന്നെ എനിക്ക് വേണ്ട ഡ്രസ്സ് സെലക്ട് ചെയ്തത്, ഞാൻ തന്നെ ഒക്കെ റെഡിയാക്കിയത്. കാരണം തിരക്കെന്ന് പറഞ്ഞാലും പോരാ, നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോഴും ഇതാ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെഡ്ഡിങ് സീസൺ ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. ഇവിടെ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. നമ്മളൊരു വിധം കേരളം കഴിഞ്ഞു. തോന്നുന്നു നമ്മൾ കുറച്ച് ടൈം എടുത്തോളൂ അല്ലേ. കേരളം കഴിഞ്ഞു. അതെ, ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. കാരണം അവിടെ ഇപ്പോഴും അങ്ങോട്ട് മീൻ ചന്തയിൽ പോയാൽ മാതിരി ഇങ്ങോട്ട് പരത്തിയിട്ട് ആദ്യം ഇങ്ങോട്ട് ഇതാക്കിയിട്ടിരിക്കണം അവിടെ ഒരുമാതിരി. അതിന് ഈ ചേച്ചിമാരെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര ബിസിയാണ്. ഞാൻ ഓരോരും നോക്കിയില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തന്നെ എടുത്ത്. അപ്പം അതിൻ്റെ കുപ്പായ ഇവിടെ ഉണ്ട്, ഈ പാൻറ് അവിടെ, ഷോൾ ഇവിടെ, അങ്ങനെ ഇരുന്നത്. അപ്പം ഞാൻ തന്നെ എന്താ പറയുക എൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ച് അങ്ങനെ. അപ്പോഴത്തേനും ഇവിടെ നീച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നെസ്റ്റോക്ക് കയറാൻ നോക്കിയപ്പോൾ ഭയങ്കര ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ ഗ്രൗണ്ടിലാണ് നിർത്തിയേക്കുന്നത്. അങ്ങോട്ട് നോക്ക്, നമ്മളെവിടെ നോക്ക്, അങ്ങോട്ട് നോക്ക്. സൺഡേ ആയതുകൊണ്ട് ഗായ്സ് അല്ല, നമ്മൾ സെക്കൻഡ് ഫ്ലോറാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്.
ലിഫ്റ്റ് തുറന്ന വയ്ക്കുന്ന ഈ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് 200 റുപ്പീസാണ് വരുന്നത്. പിന്നെ അനുമോള് ചിക്കീസിൽ നിന്ന് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിസ്സ വേണം പറഞ്ഞിട്ട് ഓർഡർ ചെയ്തു. ഒരു ബോക്സ് സ്മോൾ ആയിരുന്നു 2 കേട്ടോ. അതിൽ കാണുന്ന ഈ വലിപ്പം വലിയ വലിപ്പമില്ല, സ്മോൾ ആയിരുന്നു. അപ്പോൾ ഒന്ന് ഒരു പാക്കോള് തിന്നു. ഒന്ന് ഞങ്ങൾ 250 എടുത്തു. പിന്നെ അങ്ങനെ കുറച്ച് ഇതുകൊണ്ടിരുന്നു. ഞാനോളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവും, ഫീഡ് ചെയ്യും വരും, ഇതൊക്കെ തന്നെയായിരുന്നു പണി. പിസ്സയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു മൗസി അവിൽ മിൽക്ക്. ഞാൻ അവിൽ മിൽക്കും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നട്ട്സ്, കാക്കു ഫ്രൂട്ട്സ്, ഓള് ബൂസ്റ്റ് വിത്ത് നട്ട്സ് അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ കഴിഞ്ഞു ഞങ്ങൾ നേരെ നെക്സ്റ്റ് ഷോപ്പിങ്ങിന് പോയി. ശബ്ദമൊന്നുമില്ല പറയാൻ. അനുമോൾക്ക് അതിൽ കുറേ അയാൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓളായിട്ടൊരു ഷോപ്പിങ്ങിന് പോയതാണ്. അങ്ങനെ ഷോപ്പിങ്ങിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ റിട്ടേൺ തിരിച്ചു പോകാനുള്ളതിൽ, കാരണം അത്യാവശ്യം നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ബില്ലിങ് ചെയ്യണം. പിന്നെ സൺഡേ ആയതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നെക്സ്റ്റ് കയറിയപ്പോഴത്തേന് തിരക്കൊന്ന് കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ബില്ല് ചെയ്യാൻ പോവാം. ജസ്റ്റ് അതിൻ്റെ അടുത്തുള്ള കൗണ്ടറിൽ തന്നെ കിട്ടി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു കാർട്ട്, കാരണം മറ്റേത് പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞിട്ട് ഇതേ പറ്റുള്ളൂ എന്നതുകൊണ്ട് ഞങ്ങൾ സാധനങ്ങൾ എടുത്തതൊക്കെ വണ്ടിക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുദ്ധിയുണ്ട്, അവിടെ തന്നാളാം, ഞാൻ പിടിച്ചോളാം. ജസ്റ്റ് ഒന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് നമുക്ക് കൂപ്പൺ കിട്ടി. ആ കൂപ്പൺ നമ്മൾ എഴുതിയിട്ടു. ഓണത്തിൻ്റെ എന്തോ ബമ്പർ എടുക്കാമെന്നൊക്കെ പറയണത് എന്നെ കഴിഞ്ഞു ഗായ്സ്. നമ്മൾ ബാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങണം. നമ്മൾ നെക്സ്റ്റ് ഒന്ന് പർച്ചേസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല മഴ പെയ്തു ഗായ്സ്. മഴ പെയ്തു, മഴ കൊണ്ടുപിടിച്ചു, മഴ കൊണ്ടുപിടിച്ചു. മഴ 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 കിടക്കട മഴ മഞ്ഞാൽ പോപ്പിക്കട. മഴ 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 പെയ്യണ പുള്ള 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 നിറയണ. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ പിന്നെ ഒരു ദിവസം കാണാം ഗൈസ്. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് ഫാമിലിയും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവരുടെ മൂട്ടിൽ പുളിയുറുമ്പ് കടിക്കുന്നതാണ്. അപ്പം എന്നാൽ ശരി, ബൈ.